തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായ എന്യൂമറേഷൻ നടപടിക്രമങ്ങൾ അവസാനിക്കുകയാണ്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ഇനിയും 3 ദിവസങ്ങൾ കൂടിയുണ്ട്. ഫോം സമർപ്പിക്കാൻ ഇന്നുകൂടി അവസരമുണ്ടായിരിക്കും. അതിനു മുന്നോടിയായി ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്നവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2002 വോട്ടർ പട്ടിക പ്രകാരം 24.95 ലക്ഷം പേരാണ് SIR പട്ടികയിൽ നിന്ന് പുറത്താകുന്നത്. മരിച്ചവരും ഒന്നിലധികം പട്ടികയിൽ പേരുള്ളവരും സ്ഥിരമായി സ്ഥലം മാറിപ്പോയവരുമാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ പട്ടികയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ പട്ടിക പ്രകാരം നിലവിൽ ഉൾപ്പെടേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അതിനായി അപ്പീൽ സമർപ്പിക്കാം. അതേസമയം പൂരിപ്പിച്ച ഫോം സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം നിരാകരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്യൂമറേഷൻ ഫോം സമർപ്പണം ഇന്ന് അവസാനിപ്പിക്കുന്നതും ഒഴിവാക്കൽ പട്ടിക പ്രസിദ്ധീകരിച്ചതും. ഇതിനു മുൻപ് 2 തവണ ഫോം സമർപ്പിക്കാൻ സമയം നീട്ടി നൽകിയിരുന്നു. ആകെയുള്ള 2.78 കോടി വോട്ടർമാരിൽ നിന്ന് 24.95 ലക്ഷം വോട്ടർമാരാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ പേർ പട്ടികയിൽ നിന്ന് പുറത്താകുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. 4,32,259 ആളുകൾ തലസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടും. രണ്ടാമത് എറണാകുളം ജില്ലയിൽ 3,35,331 പേരാണ് പുറത്താകുന്നത്. പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവരുടെ ബൂത്ത് തിരിച്ചുള്ള കണക്കുകൾ www.ceo.kerala.gov.in/asd-list എന്ന ലിങ്കിൽ കയറി പരിശോധിക്കാം. ഇതിനായി ഈ ലിങ്കിൽ പ്രവേശിച്ച ശേഷം ജില്ല, നിയമസഭാ മണ്ഡലം, പാർട്ട് നമ്പർ അഥവാ ബൂത്ത് നമ്പർ എന്നിവ തിരഞ്ഞെടുക്കുക. ഡൗൺലോഡ് ASD എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത പട്ടികയിൽ നിന്ന് വോട്ടർമാരുടെ വിശദാംശങ്ങൾ കണ്ടെത്താം. ക്രമനമ്പർ, തിരിച്ചറിയൽ കാർഡ് നമ്പർ, പേര്, ബന്ധുവിന്റെ പേര്, പുറത്താക്കാനുള്ള കാരണം എന്നിവയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മരിച്ചവർ, സ്ഥിരമായി താമസം മാറിപ്പോയവർ, കണ്ടെത്താൻ കഴിയാത്തവർ, 2ഓ അതിൽ കൂടുതൽ തവണയോ പട്ടികയിൽ പേരുള്ളവർ, ഫോം വാങ്ങുകയോ തിരിച്ചു നൽകുകയോ ചെയ്യാത്തവർ എന്നിങ്ങനെ പുറത്താക്കപ്പെടാനുള്ള കാരണങ്ങളും ഓരോരുത്തരുടെയും പേരിന് നേരെ രേഖപ്പെടുത്തിയിരിക്കും. ഇനി അഥവാ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ പുറത്തായിട്ടുണ്ട് എങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നിയമപരമായി തന്നെ മുന്നോട്ട് നീങ്ങി പേര് പുനഃസ്ഥാപിച്ച് കിട്ടാൻ നിങ്ങൾക്ക് അർഹതയും അവകാശവും സമയവുമുണ്ട്. മതിയായ കാരണങ്ങൾ ഇല്ലാതെയാണ് പുറത്താക്കിയത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉടനടി അതാത് ബൂത്ത് ലെവൽ ഓഫീസറെ ബന്ധപ്പെടണം. BLOയെ കണ്ട് SIR ഫോം പൂരിപ്പിച്ച് നൽകണം. ഫോം പൂരിപ്പിച്ച് നൽകി തെറ്റ് തിരുത്താൻ ഇന്നു മാത്രമേ അവസരമുണ്ടാകൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്താൽ 23-ന് പ്രസിദ്ധീകരിക്കുന്ന കരട് പട്ടികയിൽ പേരുൾപ്പെടുത്തും. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം അതിൽ ഉൾപ്പെടാത്തവരുടെ ബൂത്ത് തിരിച്ചുള്ള പട്ടിക ഇലക്ടറൽ ഓഫീസർമാരുടെ നോട്ടീസ് ബോർഡുകളിൽ പ്രദർശിപ്പിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലും പട്ടിക ലഭിക്കും. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും BLOമാർക്കും പട്ടിക കൈമാറുകയും ചെയ്യും. കരട് പട്ടികയെക്കുറിച്ചുള്ള പരാതികളും ആക്ഷേപങ്ങളും ഈ മാസം 23 മുതൽ ജനുവരി 22 വരെ ഉന്നയിക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. ഫോം 6-നൊപ്പം സത്യവാങ്മൂലം സമർപ്പിച്ച് പേര് ചേർക്കാം. പ്രവാസി വോട്ടർമാർക്ക് ഫോം 6A നൽകിയും പേര് ചേർക്കാൻ സാധിക്കും. വിലാസം മാറ്റാനും തെറ്റ് തിരുത്താനും ഫോം 8 നൽകേണ്ടത്. ഈ ഫോമുകളെല്ലാം ഓൺലൈനിൽ ലഭ്യമാണ്. voters.eci.gov.in എന്ന ലിങ്കിൽ ഈ സൗകര്യം ലഭ്യമാണ്. ആവശ്യമായ വിവരങ്ങൾ സമർപ്പിക്കാത്തവരെ ഹിയറിംഗിന് വിളിപ്പിക്കും. ഹിയറിംഗിന് ശേഷവും നിങ്ങളെ ഒഴിവാക്കുകയാണ് എങ്കിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് 1ാം അപ്പീൽ നൽകാൻ സാധിക്കുമെന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചതാണ്. 1ാം അപ്പീലിലെ ഉത്തരവ് വന്ന് 30 ദിവസത്തിനകം ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് 2ാം അപ്പീൽ നൽകാം. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21-ന് പ്രസിദ്ധീകരിക്കുന്നതോടെ SIR നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാകും. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി വരെ പട്ടികയിൽ പേര് ചേർക്കാനും മാറ്റങ്ങൾ വരുത്താനുമുള്ള അവസരമുണ്ടാകുമെന്ന് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകേണ്ട സമയം ഇന്ന് അവസാനിക്കുകയാണ്. വിതരണം ചെയ്ത ഫോമുകളിൽ 99.9% പൂരിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് എന്നാണ് കണക്ക്. 25 ലക്ഷത്തോളം ആളുകളെ കണ്ടെത്താനായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ BLAമാരുമായി ചേർന്ന് ഇവരെ കണ്ടെത്താൻ ശ്രമിക്കും. കണ്ടെത്താനായില്ല എങ്കിൽ കരട് പട്ടികയിൽ അവർ ഉൾപ്പെടില്ല. ഫോം പൂരിപ്പിച്ച് നൽകിയവരെല്ലാം കരട് പട്ടികയിൽ ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. എന്യൂമറേഷൻ ഫോം നൽകാത്തവർക്കും പേര് ചേർക്കാൻ അവസരമുണ്ട്. ഇതിനായി ഫോം 6, ഫോം 6 അപേക്ഷയ്ക്ക് പുറമെ എന്യൂമറേഷൻ ഫോമിന് സമാനമായ ഡിക്ലറേഷൻ ഫോം അഥവാ ഫോം D കൂടി പൂരിപ്പിക്കേണ്ടി വരും.
ആവശ്യമെങ്കിൽ ഹിയറിംഗിന് അപേക്ഷകൻ ഹാജരാകേണ്ടിയും വരും. പക്ഷേ ഇപ്പോൾ പേര് ചേർക്കാൻ അപേക്ഷിച്ചാലും SIRന്റെ കരട് പട്ടികയിൽ ഉൾപ്പെടുത്തില്ല. അതിനുശേഷമായിരിക്കും പുതിയ പേര് ചേർക്കൽ നടപടി. തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന അവസാന തീയതി വരെ പേര് ചേർക്കാൻ അവസരമുണ്ടാകും. നേരത്തെ ചേർത്താൽ 2026 ഫെബ്രുവരി 14 അന്തിമ SIR പട്ടികയിൽ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട്. പുതുതായി പേര് ചേർക്കുന്നതിന് ഓൺലൈനായോ BLOമാർ വഴി നേരിട്ടോ ആണ് ഫോം 6 ഡിക്ലറേഷൻ ഫോമും പൂരിപ്പിച്ച് നൽകേണ്ടത്. ഇതിൽ 2002 പട്ടികയിൽ പേരുണ്ടായിരുന്നവർ ആ വിവരങ്ങളും, പേരില്ലാതിരുന്നവർ 2002 പട്ടികയിൽ മാതാപിതാക്കളോ മാതാവിന്റെയോ പിതാവിന്റെയോ മാതാപിതാക്കളോ ഉണ്ടായിരുന്നുവെങ്കിൽ അതും നൽകണം. 2002 പട്ടികയിൽ മേൽപ്പറഞ്ഞ കുടുംബാംഗങ്ങൾ ഇല്ലാതിരുന്നവർ SIRന്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ള ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള 12 രേഖകളിൽ 1 നൽകണം. പട്ടികയിൽ ഇല്ലാത്തവർ പ്രവാസികളാണ് എങ്കിൽ പാസ്പോർട്ട് വിവരങ്ങൾ ഉൾപ്പെടുത്തി ഫോം 6A പൂരിപ്പിച്ച് നൽകി പ്രവാസി വോട്ടറാകാനാണ് അപേക്ഷിക്കേണ്ടത്. അവരും ഫോം D പൂരിപ്പിക്കേണ്ടി വരും. എന്യൂമറേഷൻ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതിക്കകം എന്യൂമറേഷൻ ഫോം തിരികെ നൽകാൻ കഴിയാത്തവർക്കും ഫോം 6, ഫോം D എന്നിവ പൂരിപ്പിച്ച് നൽകി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷിക്കാൻ അവസരം ലഭിക്കും.